നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഒടുവിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ കിരീടം ചൂടിയിരിക്കുന്നു. ഏകപക്ഷീയമായ ഒറ്റ ഗോളിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ യൂറോപ്പ ലീഗിൽ മുത്തമിട്ടു എന്നു മാത്രമല്ല, അവരടുത്ത തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യതയും നേടിയിരിക്കുകയാണ്. നമുക്കറിയാം, പ്രീമിയർ ലീഗിൽ പരിതാപകരമായ നിലയിൽ നിന്ന രണ്ട് ടീമുകൾ തമ്മിൽ യൂറോപ്പ ലീഗിൻ്റെ ഫൈനൽ കളിക്ക് ആര് നേടുമെന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിയതാണ്. കളിയിൽ ആധിപത്യം പുലർത്തിയിട്ടും പക്ഷേ പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. ബ്രണ്ടൻ ജോൺസനാണ് ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെ വിജയ ഗോൾ കണ്ടെത്തിയത്. മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹോയ്ലൻഡും മേസൺ മൗണ്ടും ഡിയാലോയുമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും കളിക്ക് ശേഷം എന്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യിച്ചില്ല എന്ന ചോദ്യം അലയാൻഡ്രോ ഗർനാച്ചോ തന്നെ ചോദിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. കളിയുടെ ആദ്യ പകുതി ഒരു 10-40 മിനിറ്റ് ഗോളുകളൊന്നും വന്നില്ലെങ്കിലും അവസാന ഘട്ടത്തിൽ ബ്രണ്ടൻ ജോൺസൺ ഗോളടിച്ചതോടെ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ ലീഡുമായിട്ട് ടോട്ടൻഹാം ഹോട്ട്സ്പർ കളിക്കളം വിട്ടു. രണ്ടാം പകുതിയിലും അവർ ആ ഒരു ലീഡ് സംരക്ഷിച്ചു നിന്നതോടെ ഒടുവിൽ കിരീടത്തിലേക്ക് പോയി. ഹ്യൂമൻ സണ്ണൊക്കെ വലിയ രൂപത്തിൽ വികാരാധീനാവുന്നത് കണ്ടു. ഒടുവിൽ അദ്ദേഹം ഒരു കിരീടം ചൂടിയിരിക്കുന്നത് നോക്കുക. ഹാരി കെയ്ൻ ഇവിടെ ഇത്ര നാൾ കളിച്ചിട്ട് ഒരു കിരീടവും ലഭിക്കാതെ ബൂണ്ടസ് ലീഗയിലേക്ക് പോയിട്ട് അദ്ദേഹം അവിടെ നിന്നൊരു കിരീടം ചൂടി. അതേ വർഷം തന്നെ ഹ്യൂമൻ സണ്ണും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഹ്യൂമൻ സണ്ണും കിരീടത്തിലേക്ക് പോകുന്നു. ഏതായാലും ടോട്ടൻഹാം ഹോട്ട്സ്പർ കിരീടത്തിലേക്ക് പോയപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ സീസൺ പരിതാപകരങ്ങളിൽ പരിതാപകരം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.